എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ EV 2,10,000 കിലോമീറ്റർ പോയി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഇടണമെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞതുകൊണ്ട് എൻ്റെ ചാനലിൽ ഞാനൊരു റിവ്യൂ ഇടാമെന്ന് വെച്ചു. എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ടാറ്റ വണ്ടികളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു, മറ്റുള്ളവർ ഈ വണ്ടി എടുത്താൽ എങ്ങനെയാവും അവർക്ക് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ചിലപ്പം മറ്റേ ചാനലുകളിലൊക്കെ ഞാൻ പറഞ്ഞത് ആവർത്തന വിരസതയായിട്ട് തോന്നാം, എന്നാലും ഞാനൊന്നും കൂടെ പറയാം. ഞാൻ എൻ്റെ നെക്സോൺ EV പ്രൈം എടുക്കുന്നത് 2021 ഡിസംബർ 23 MK മോട്ടോഴ്സിൽ നിന്നാണ്. ഞാൻ അവിടെ നിന്ന് എടുത്തു. പിറ്റേ ദിവസം ഞാൻ ഡിസംബർ 25 ഞാൻ വാഗമണ്ണാണ് ആദ്യമായിട്ട് അതുകൊണ്ട് പോകുന്നത്. ഒരു ലോങ് ഡിസ്റ്റൻസ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു ദൂരെ പോകുന്നത് വാഗമണ്ണാണ്. ഇന്ന് വാഗമണ്ണിലെ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ വഴി മേളിലെത്തിയപ്പോഴത്തേന് ഏകദേശം 40% മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ നല്ല ടെൻഷനായിരുന്നു, കാരണം ഇത് തീർന്നു പോവുമോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ ചെന്നു, നമ്മൾ താമസിച്ചെടുത്ത് കൊണ്ട് കുത്തിയിട്ടു. എന്നിട്ട് ഈ വാഗമണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അതാണ് ആദ്യത്തെ ഒരാഴ്ചത്തെ കാര്യം. പിന്നീട് ഈ വണ്ടി എടുത്തിട്ട് ഞാൻ കൂടുതലും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ വണ്ടി ഓടിച്ച് ഇത്രയും കിലോമീറ്റർ ആയത്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ കേരളത്തിന് വെളിയിൽ പോയി. ഒന്ന് സോൻമാർഗും പോയി, ഒന്ന് ഭൂട്ടാനും നാത്തുല പാസും ഒക്കെ പോയിരുന്നു. അതൊരു മെമ്മറബിൾ ജേർണി ആയിരുന്നു. ആദ്യമായിട്ട് ഒന്ന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഒരു ലോങ് പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഡൽഹി വരെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നാൽ ശ്രീനഗർ വരെ പോകാം. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1800 അങ്ങനെ എന്തോ ഒരു കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ ചെന്നു. ശ്രീനഗർ സോൻമാർഗ് വരെ പോയി. പിന്നെ സോൻമാർഗിൽ നിന്ന് പിന്നെ പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. മോന് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് മോനായിരുന്നു സാരഥിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ആ യാത്ര ശരിക്കും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ചിന്താഗതികളെയൊക്കെ ശരിക്കും മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു. അതുവരെ EVയും കൊണ്ട് കേരളം വിട്ട് പോകാൻ പേടിച്ചിരുന്ന ഞാൻ പിന്നെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി, കേരളത്തിനകത്തും പുറത്തുമായിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ വർഷം നമ്മൾ 2025 നമ്മൾ ഭൂട്ടാൻ പോയി. അത് നമ്മൾ ചെന്നൈ എന്നിട്ട് ആന്ധ്രാപ്രദേശ്, സിലിഗുരി പിന്നെ വെസ്റ്റ് ബംഗാൾ, സിലിഗുരി, ഭൂട്ടാൻ, അങ്ങനെ ആ വഴിയാണ് പോയത്. അതും ഭയങ്കര രസകരമായ യാത്രയായിരുന്നു. ആ പോയ വഴിക്കും ചാർജിങ് സ്റ്റേഷൻസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ദൂരയാത്ര പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പം എപ്പോഴും 1 മാസം മുമ്പേ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളും പ്ലഗ് ഷെയർ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് അതാത് ആപ്പ് വെച്ചിട്ട് അത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എപ്പോഴും ഞാൻ യാത്രയ്ക്ക് പോകുമ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ചാർജ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ചാർജറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേ ചാർജറും കൂടെ കണ്ടുവെക്കും. കാരണം എന്തെങ്കിലും രീതിയിൽ നമുക്കിവിടെ ഒരു പണി കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഒന്നാമതെ ഭാഷ പ്രശ്നം, നമ്മൾ കെട്ടിവലിക്കണമെന്ന് പറയുമ്പോൾ അവന് ചിലപ്പം വേറെ വല്ലതും ആയിരിക്കും തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ യാത്രകൾ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനെപ്പോഴും പറയുക, EV എടുക്കുന്നവരെപ്പോഴും ലോങ് യാത്രകൾ പോകണം. കാരണം എന്നാലേ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ശരി, ചാർജിങ്ങിനൊക്കെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. പക്ഷേ എത്രയൊക്കെ സ്പെൻഡ് ചെയ്താലും നമുക്ക് ആ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. പിന്നെ ചാർജ് കൂടുതലുള്ള വണ്ടി കൊണ്ട് പോയാൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ യാത്രയിൽ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ശ്രീനഗർ പോയപ്പോൾ 51 ഫാസ്റ്റ് ചാർജിങ്ങും ഭൂട്ടാൻ പോയിട്ട് വന്നപ്പോഴത്തേന് 53 ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ചെയ്തത്. ഇന്ന് വരെ എൻ്റെ വണ്ടിക്ക് മേജറായിട്ടുള്ള എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ വണ്ടിയിൽ ആകെ മാറിയേക്കുന്ന ബ്രേക്ക് പാഡ് ഫ്രണ്ടിലത്തെ 2 പ്രാവശ്യം മാറി. ഒരെണ്ണം 1,00,000 മാറി, ഒന്ന് 80,000 മാറി. ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറിയിട്ടേ ഇല്ല. സസ്പെൻഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബാക്കിലത്തെ ഷോക്കൊന്ന് മാറി. പിന്നെ നമ്മുടെ റാക്ക് ആൻഡ് പിൻ ഒന്ന് മാറി. അതെല്ലാം ഞാനിവിടെ വണ്ടിയുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറിയത് ഞാനിവിടെ ലെക്സോണിലാണ്, കാഞ്ഞിരപ്പള്ളിയിൽ. ഞാൻ അവിടെയാണ് നേരത്തെ ഏറ്റുമാനൂരായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ് കൊടുക്കുന്നത്. സർവീസ് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന സർവീസ് സെൻറ്ററൊന്നുമില്ല, ഏത് സർവീസ് സെൻറ്ററിലാണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഈ വണ്ടിയിൽ ടാറ്റ കാണിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയത് എന്നാന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാറ്ററിയുടെ കവർ ഇവർ ആൾക്കാരെ കൊണ്ട് മാറിക്കുക എന്നുള്ളതാണ്. നമ്മൾ വണ്ടിയും കൊണ്ട് ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മുഴുത്തൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഇവർ അന്നേരം പറയുന്ന വണ്ടിയുടെ ബാറ്ററി കവർ മാറണമെന്ന്. ഈ ബാറ്ററി കവർ എന്തിനാണ് മാറുന്നത്? ബാറ്ററി കവർ ഈ മോട്ടറും ബാറ്ററി ആയിട്ട് എന്നാ റിലേഷൻ? അല്ലെങ്കിൽ അതുപോലെ ഇടിച്ചകത്ത് കയറിയാലേ ബാറ്ററി ഡാമേജ് വരുള്ളൂ.
ഇത് സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കുകയാണ്. എന്നിട്ട് ഇവർ റീഫർബിഷ്ഡ് തരുന്ന ബാറ്ററിക്ക് നമ്മൾ കൊടുത്തതിനേക്കാളും വലിയ സ്ക്രാച്ചുള്ള ബാറ്ററിയുടെ കവറാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രശ്നമൊന്നുമില്ലേ? ഇത് വെറുതെ കാശ് പിടുങ്ങാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി സ്വന്തം കാശ് മുടക്കി ബാറ്ററി കവർ മേടിച്ച് വെച്ചതാണ്. എന്നിട്ട് പുള്ളിയുടെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നപ്പം തിരിച്ചു വന്നപ്പം വേറെ ഏതോ മൊത്തം സ്ക്രാച്ചുള്ളൊരു ബാറ്ററി കവർ. അതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ല. ആവശ്യമുള്ള കാര്യത്തിന് ഞങ്ങൾ കാശ് മുടക്കാൻ തയ്യാറാണ്. പക്ഷേ വെറുതെ ഇല്ലാത്ത കാര്യത്തിലൊക്കെ ഈ കാശ് മുടക്കിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സർവീസ് സെൻ്ററിലാണെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ പാർട്സ് മാറുമ്പം ഇപ്പോൾ ഒരു വലിയൊരു സാധനത്തിൻ്റെ ആണെങ്കിലും ചെറുതായിട്ട് പാർട്സായിട്ട് കിട്ടുന്നതാണെങ്കിൽ അതങ്ങനെ തന്നെ മാറാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ വാറണ്ടി കഴിഞ്ഞവരെ പിന്നെയും കുത്തിപ്പിഴിയുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി വരും. ഒന്നാമത് എല്ലാത്തിനും നല്ല വിലയല്ലേ പാർട്സിനൊക്കെ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഓട്ടം കുറവുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു വണ്ടിക്കകത്തല്ലാതെ ഒരു വീഡിയോ ഇങ്ങനെ വണ്ടി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഓട്ടങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഉച്ചങ്ങ് എടുത്തേക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ ബാറ്ററി 90,000 മാറി, അത് 14% ലിംബ് മോഡ് വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ബാറ്ററിയുടെ സെൽ ബാലൻസിങ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞു. അന്നൊന്നും സെൽ ബാലൻസിങ് എന്ന് പറയുന്നത് തന്നെ എന്നാന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ബാറ്ററി പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നത് തന്നെ. ആദ്യത്തെ ബാറ്ററി എന്നാ വെച്ചാൽ നമ്മൾ ആ റേഞ്ച് ആങ്സൈറ്റി കാരണം നമ്മൾ എപ്പോഴും കുത്തിയിടുകയും ഊരുകയും ചെയ്ത് ബാറ്ററി പോയതാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതിൽ പിന്നെ നമ്മൾ 100% ആക്കാത്തൊരു ചാർജിങ്ങും നമുക്കില്ല. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്താ, ലോങ്ങുമായ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. അത് ശരിക്കും ഒരു വേറൊരു ലെവലാണ്, വേറൊരു വൈബാണ്. ഞാൻ പറഞ്ഞു വൈബൊക്കെ ശരിയാണ്, പോകുന്ന വഴിക്ക് പണി കിട്ടിയാൽ അതും ഒരു വൈബാണ് കേട്ടോ. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ EV എടുത്തു കഴിഞ്ഞാൽ ഓടുവാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു പോളിസി നമ്മൾ കീപ്പ് ചെയ്ത് പോയാലേ നമുക്കൊരു സമാധാനമായിട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ EV ഉപയോഗിക്കുന്നവർ എപ്പോഴും വണ്ടിക്കകത്ത് ഒരു 20 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ കേബിൾ വെച്ചേക്കണം വിത്ത് എക്സ്റ്റേണൽ എർത്ത്. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു സ്ലോ ചാർജ് ചെയ്യേണ്ട ഇഷ്യൂ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ലോങ് വരുമ്പം പൊതുവേ ഫാസ്റ്റ് ചാർജിങ് അല്ല സ്ലോ ചാർജിങ് കിട്ടാറില്ല. ഈ പ്രാവശ്യം ഭൂട്ടാൻ പോയപ്പോൾ മാത്രം ഒരു ഹോട്ടലിൽ സ്ലോ ചാർജും ഫാസ്റ്റ് ചാർജും ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലോ ചാർജ് കുത്തിയിട്ടിട്ട് പോയി കിടന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്ലോ ചാർജിൽ കുത്തിയിട്ടിട്ടും ഫാസ്റ്റ് ചാർജിൻ്റെ കാശെടുത്ത് തന്നെയായി. യാത്രയിൽ ഏറ്റവും കൂടുതൽ ചാർജിങ് റേറ്റ് ഫീൽ ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നല്ല കത്തിയാണ്. നമ്മുടെ കേരളത്തിലൊന്നും ചാർജിങ്ങിൻ്റെ കാര്യം ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി എടുക്കുന്നവർ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യാനും സ്ലോ ചാർജ് ചെയ്യാനും ഒക്കെ പഠിക്കണം. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ EV എടുക്കുന്നവർ ഉറപ്പായിട്ടും പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക ചാർജിങ് സ്റ്റേഷൻസും അതിനകത്ത് കാണിക്കും. എനിക്കൊന്ന് ഐഫോണാണ് എന്തോ ചെറിയ പ്രശ്നമുണ്ട് ആപ്പിന്, മറ്റേ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ചാർജിങ് സ്റ്റേഷനിൽ അതിൻ്റെ ആപ്പിനകത്ത് കയറി നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോകാം. എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ ഇല്ല ഇതെല്ലാം കണക്കാക്കി പോകാം. നമ്മുടെയൊക്കെ ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് പൊതുവേ 200 അല്ലെങ്കിൽ 190 കിലോമീറ്ററാണ് റേഞ്ച്. നമ്മളെല്ലാം 150 കിലോമീറ്ററിലും ചാർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ സർവീസ് സെൻറ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു 2 ആഴ്ച കൂടുമ്പം അവർ വിൽക്കുന്ന EV കസ്റ്റമേഴ്സിനെ എല്ലാം വിളിച്ച് കൂട്ടി ഒരിടത്ത് കൂട്ടി ഒരു ചായയോ സ്നാക്സോ ഒക്കെ കൊടുത്തിട്ട് അവർക്ക് അവരുടെ വണ്ടിയുടെ കാര്യങ്ങൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും, ഇപ്പോൾ 2 ആഴ്ച വണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പോൾ അവരെ എല്ലാം കൂടെ അവർ വിളിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വണ്ടിക്കകത്ത് അവർക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു 2 അഡ്വൈസറിനെ അല്ലെങ്കിൽ 2 സർവീസ് മാനേജേഴ്സിനെ അങ്ങനെ ആരെങ്കിലും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ആ സർവീസ് സെൻറ്ററിനോട് കസ്റ്റമേഴ്സിനുണ്ടാകുന്ന ഒരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. പലർക്കും ഈ തിരക്ക് പിടിച്ച് വണ്ടി എടുക്കുമ്പം പല കാര്യങ്ങളും ചോദിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ പറ്റാതെ പോകും. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരാഴ്ചത്തെ വണ്ടി ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ടുകൾ കുറേ കാര്യങ്ങൾക്ക് വരുമല്ലോ. അപ്പോൾ അത് ചോദിച്ചു കൊടുക്കുക, അത് അതിൻ്റെ ക്ലിയറാക്കി കൊടുക്കാൻ അവർക്ക് പറ്റും. 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള കസ്റ്റമേഴ്സിനെ വിളിച്ചാൽ മതി. അതൊരു സർവീസ് സെൻറ്റേഴ്സ് ചെയ്താൽ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സിൽ ഒരു കസ്റ്റമർ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടിയെപ്പറ്റി അവർക്ക് അപ്ഡേറ്റ് കൊടുക്കുക കറക്റ്റായിട്ട്. അത് ഏത് സർവീസ് സെൻ്ററാണേലും. ഒന്നാമത്തെ കാര്യം വിളിച്ചാലും ഫോൺ എടുക്കില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്താണേലും കറക്റ്റായിട്ട് പറയുക, അപ്പം വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഇ വിക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇ വിക്ക് ഒരേ എറേഴ്സും മൾട്ടിപ്പിൾ റീസൺസിന് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനും ഇച്ചിരി പാടുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ളൊരു ക്ഷമ നമ്മൾ കാണിക്കണം. ചില വണ്ടി ഓണേഴ്സിന് അവർക്ക് ഈ ചാർജിങ് ടൈം പോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇ വി എടുത്തെങ്കിൽ ആ സമയം പോകും എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ആലോചിക്കാണ്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ കുറേ ഞാൻ നേരത്തെ പലർക്കും ഇൻ്റർവ്യൂ കൊടുത്ത വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ മറുപടി തരാം. മാക്സിമം ഞാൻ അതിനകത്ത് റിപ്ലൈ തരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ 5000 മെമ്പേഴ്സ് ആകുവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അത് 5000, 10000, 1 ലക്ഷമൊക്കെ ആകാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇ വി ഉപയോഗിക്കുന്നവർക്ക് എൻ്റെ ഒരു 2,10,000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു അനുഭവം എനിക്കും പങ്കുവെക്കാൻ പറ്റും. പലർക്കും കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചാണ് ഞാൻ എത്ര സെറ്റ് ടയർ മാറിയെന്ന്. ഇപ്പം വണ്ടിയിൽ ഓടുന്നത് 4ാമത്തെ സെറ്റ് ടയറാണ്. ആദ്യത്തെ ടയർ എനിക്ക് തോന്നുന്നു 75-നും 80-നും ഇടയ്ക്ക് കിട്ടി. രണ്ടാമത്തേത് ഒരു 28-30, മൂന്നാമത്തേത് ഒരു 75 ആ റേഞ്ച് കിട്ടി. ഇപ്പം 4ാമത്തെ ടയറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം മാറിയത് ബ്രിഡ്സ്റ്റോൺ. നമ്മളൊരു വണ്ടി എടുത്ത് ടയർ രണ്ടാമത് മാറുമ്പോൾ എപ്പോഴും ബ്രിഡ്സ്റ്റോൺ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അതിന് നല്ല വിലയുമാണ്, മൈലേജും കിട്ടിയില്ല. ഇപ്പം ഞാൻ ഇ വി ടയറൊന്നും നോക്കാറില്ല. MRF വാണ്ടർ എക്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് മാത്രമാണ് മേടിക്കാറ്. ഇപ്പോഴത്തെ ടയർ എനിക്ക് തോന്നുന്നു ഒരു 10-30 കിലോമീറ്ററായി കാണും മേടിച്ചിട്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് വണ്ടിയിൽ. ഇനിയൊരു വണ്ടി എടുത്താലും ടാറ്റയുടെ വണ്ടി തന്നെ എടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പം പുതിയ വണ്ടികളൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം അടുത്ത വണ്ടി എടുക്കുക. ഏതെടുത്താലും ഒന്ന് തീരുമാനിക്കാൻ. ഇതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഈ 4 ചാർജിങ്ങിന് ശേഷം ഒരു സ്ലോ ചാർജ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ വിൻസറിനുമൊക്കെ ആ ഒരു പ്രശ്നമുണ്ട്. വിൻസറിൻ്റെ എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ ഇച്ചിരി കൂടെ സ്റ്റിഫാണ് കമ്പയർ ടു നെക്സോൺ. ഈ വിറ്റാര ഇതുവരെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് എടുക്കണം. അതുപോലെ ക്ലാവിസും ഒന്ന് എടുക്കണം ടെസ്റ്റ് ഡ്രൈവ്. അതുപോലെ തന്നെ ഞാൻ സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ പറയുന്ന കലാപരിപാടികളൊന്നും വേണ്ട, നിങ്ങൾ സർവീസ് മാനുവലിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കാരണം വെച്ചാൽ മിക്കവിടുത്തും AC ഡിസിൻഫെക്ഷൻ, ഇൻറ്റീരിയർ ക്ലീനിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു എക്സ്ട്രാ ആഡ് ഓൺസിന് മേടിക്കാറുണ്ട്. ഞാനതൊന്നും ചെയ്യിക്കാറുമില്ല കേട്ടോ, വാഷ് പോലും ചെയ്യിക്കാറില്ല. നമ്മളെപ്പോഴും നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ പൊതുവെ എപ്പോഴും നീറ്റായിട്ട് തന്നെ വണ്ടി, ഇലക്ട്രോണിക് പാർട്സ് ഉള്ള വണ്ടി ആയതുകൊണ്ട് പൊതുവേ നമ്മളത് നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനെല്ലാം 5000-ന് അലൈൻമെൻറ്റ് നോക്കും. വണ്ടി വാഷ് ചെയ്യുമ്പോഴൊക്കെ വണ്ടിയുടെ ബോണറ്റും തുറന്ന് അതിനകം ക്ലീൻ ചെയ്യാറുണ്ട്. വണ്ടി പൊതുവേ നീറ്റായിട്ടാണ് വെക്കാറ്. ഞാൻ വണ്ടിക്ക് തിളക്കം കിട്ടാൻ വേണ്ടി ടർട്ടിൽ വാക്സിൻ്റെ വാക്സ് ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴുകിയിട്ട് ഡയറക്റ്റ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും, ഒരു ചേമ്പല എഫക്റ്റ് കിട്ടും. പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വേനൽക്കാല സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് റേഞ്ച് പൊതുവേ താഴോട്ട് പോകും. കാരണം AC ഒന്നും കട്ട് ഓഫ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റേഞ്ചൊക്കെ കുറച്ച് കുറയും. അപ്പോൾ അതും കൂടെ ഈ വേനൽക്കാലത്ത് വണ്ടി ഉപയോഗിക്കുമ്പോൾ അതും കൂടെ കണക്കാക്കുക. മഴക്കാലത്താണെങ്കിലും നമ്മൾ മഴയത്തോടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചീറ്റിച്ച് തെറിപ്പിച്ച് പോകാതെ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജും കിട്ടും, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളും വരികയില്ല, വെള്ളം കയറിയിട്ടുള്ള ഇഷ്യൂസൊന്നും വരികയില്ല. ഞാൻ വളരെ പതുക്കെ ഓടിച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ വളരെ പതുക്കെ അതിനകത്ത് ഇറങ്ങിപ്പോകാം, ഒരു കുഴപ്പവും വരികയില്ല. നമ്മളത് വളരെ സൂക്ഷിക്കുക. മാരുതിയുടെ ഈ വിറ്റാര കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും എനിക്കൊരു ഒരു ഗുഡെന്ന് തോന്നിയൊരു കാര്യം മെയിനായിട്ട് അതിൻ്റെ അടിയിലത്തെ ബാറ്ററി പാക്ക് ഫുള്ളായിട്ട് ഷീൽഡ്, ഒരു മെറ്റൽ പീസ് വെച്ച് ഷീൽഡ് ചെയ്തേക്കുവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നെക്സോണിൻ്റെ അത്ര ക്ലിയറൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ 200 കിലോമീറ്ററുള്ള നെക്സോണും കൊണ്ടാണ് ഈ സ്ഥലത്തൊക്കെ പോയത്. അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടികൾക്കെല്ലാം നല്ല റേഞ്ചുള്ള വണ്ടികളാണ് ഒരു ഭൂരിഭാഗം പേരുടെയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ടാറ്റയുടെ നെക്സോണൊക്കെ ഇത്ര ഇറങ്ങിയിട്ട് ഇപ്പോൾ 2021 ഇറങ്ങിയ വണ്ടിയല്ലേ. ഇത്രയും കാലമായിട്ട് അതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ അവിടെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കവർ ചെയ്യാനോ ഒന്നും ടാറ്റയും ശ്രമിക്കുന്നത്. നമ്മളൊക്കെ സ്വന്തമായിട്ടാണ് അവരെ ഗേറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളൊക്കെ അവിടെ ഫുള്ള് കവർ ചെയ്തെടുക്കുന്നത്. ടാറ്റ വിചാരിച്ചാൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ എന്നാ പാടിരിക്കുന്നത്. ഇപ്പം തന്നെ ഒരു ഇങ്ങനെ ആ വീലാർച്ചിൻ്റെ ഇതൊന്ന് മുട്ടിച്ചിട്ടുണ്ട്. മുട്ടിച്ചതോടെ ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത്.
അത് കറക്റ്റായിട്ട് അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ്. വണ്ടി ഔട്ട്ഡേറ്റഡ് ആയല്ലോ, അപ്പോൾ ഇനിയിപ്പം അതിനുവേണ്ടി കാശ് മുടക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മാറുകയുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ വെറുതെ തോന്നില്ല, നമ്മൾ മാറുകയല്ല. നമ്മളിത് എങ്ങനെയെങ്കിലും മാക്സിമം കിലോമീറ്റർ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ടേ നമ്മൾ EV മാറുകയുള്ളൂ. കാരണം ഏത് EV എടുത്താലും നമുക്ക് ട്രോഫിയാണ്, നമുക്ക് കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ്. അതുപോലെ നമ്മുടെ ഈ EVയുടെയൊക്കെ റീസെയിൽ വാല്യൂ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ അൺലിമിറ്റഡ് വാറൻറ്റി ഉണ്ടല്ലോ, ആ വാറൻറ്റി സെക്കൻഡ് കസ്റ്റമർക്കും കൂടെ അവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം വെച്ചാൽ ഉറപ്പായിട്ടും ആ റീസെയിൽ വാല്യൂ കയറി വരും. അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും സെക്കൻഡ് ഓണർക്കും കൂടെ ആ അൺലിമിറ്റഡ് വാറൻറ്റി ക്യാരി ഫോർവേഡ് ചെയ്താൽ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ടാറ്റയുടെ വണ്ടി എപ്പോഴും സാധാരണക്കാരൻ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രൈസിങ് ആണ്. ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റാവുന്ന ഒരു നല്ല EV എന്ന് പറയാൻ ഇപ്പോഴും ടാറ്റയുടെ വണ്ടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ ടയർ മൈലേജ് ഇല്ലാത്ത വണ്ടികൾ, വലിയ ടയറുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ടയർ മൈലേജ് ഇല്ലാത്ത വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലാഭവും ഇല്ല. ടയർ മാറി മാറി മുടിയാവുന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. EVയൊക്കെ വാറൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പാർട്സൊക്കെ മാറുമ്പോൾ ചെറിയ പാർട്സായിട്ട് മാറാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ മാറി നമ്മളെ സപ്പോർട്ട് ചെയ്യണം ടാറ്റയൊക്കെ. അല്ലെങ്കിൽ നമ്മളും പെട്ടുപോകും. 5000 രൂപയ്ക്ക് മാറേണ്ട ഒരു സാധനം അത് ഫുൾ സെറ്റോടെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 20,000 30,000 രൂപയാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ വണ്ടിയുടെ ഫാനിന് ഒരു ചെറിയൊരു ബെയറിങ് പോലത്തെ ഒരു നോയ്സ് ഉണ്ടായിരുന്നു. അവരത് മാറിയപ്പോൾ ആ ഫുൾ യൂണിറ്റോടുകൂടിയാണ് മാറിയത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് അത് ഓരോ പാർട്ടിനും ഇൻഡിവിജ്വലായിട്ടുള്ള പാർട്ട് നമ്പറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉറപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ട് മാറാവുന്നതാണല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സർവീസ് സെൻറ്റേഴ്സും. കാരണം വെച്ചാൽ മടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ വണ്ടികളിലേക്ക് പോകും. ടാറ്റയ്ക്ക് ഇപ്പോൾ ഒരു മൊണോപ്പൊളി ഉണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റുന്ന ഒരു ഫീസിബിളായിട്ടുള്ള ഒരു വണ്ടി ടാറ്റ നെക്സോൺ തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. അതിപ്പോഴും അത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മൾ ലോങ്ങൊക്കെ പോകുമ്പോഴാണെങ്കിലും ടാറ്റയുടെ വണ്ടിയും MG-യുടെ CVയും കാണാറുണ്ട്, വേറെ ഒരു വണ്ടിയും കാണാറില്ല. എത്ര കൂടിയ വണ്ടികളും വേറെ ഒന്നും ഒരു EVയും കാണാറില്ല. ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷനായി. ഞാനൊക്കെ ശ്രീനഗർ പോകുമ്പോൾ ശ്രീനഗർ വരെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവിടെ കാർഗിൽ കഴിഞ്ഞിട്ട് അപ്പുറത്തും ലേയിലും ഒക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. രാവിലെ 6 തൊട്ട് 9 വരെയാണ് അവിടെയൊക്കെ ടൈമിങ്. ആ സമയത്ത് ചെന്ന് ചാർജ് ചെയ്യാം. കാരണം തണുപ്പുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടായിരിക്കാം അവർ. ഞാൻ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിൽ പോയത് വണ്ടി കൊണ്ട് പോയത് നാത്തുല പാസ് പോയപ്പോഴാണ് 3 ഡിഗ്രി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഒരു ഡ്രോപ്പും കാണിച്ചിട്ടില്ല. ഇപ്പോഴും വണ്ടിക്ക് ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇനി എന്താ പറയുക, അപ്പോൾ ഈ വീഡിയോ ഈ 2,10,000 കിലോമീറ്റർ ഓടിച്ച എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഓർത്താണ്, അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചോദിക്കുക, ഞാൻ അതിന് ഉറപ്പായിട്ടും മറുപടി പറയാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.